രാജ്യത്തെ 80ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് BJP സർക്കാർ ഒരു ഇൻഡാസ് പുറപ്പെടുവിക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ആ BJP സർക്കാർ അത് പുറപ്പെടുവിച്ചെങ്കിൽ പോലും സംസ്ഥാനത്ത് പലയിടങ്ങളിലും അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാര്യം അതിലൊന്ന് കേരളം, തമിഴ്നാട് ഇവരൊന്നും നടത്തിയിട്ടില്ല. ഇതിൽ BJP സർക്കാരാണ് വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന് പറഞ്ഞിരുന്നത്. ഇതിൽ അപ്പോൾ BJPക്ക് ഇത്, അല്ലെങ്കിൽ BJPയുടെ നേതാക്കൾക്ക്, BJPയുടെ പ്രവർത്തകർക്ക് ഇത് കൃത്യമായി പാടാൻ അറിയാവോ എന്നുള്ളതാണ് ഇവിടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ആദ്യം കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തന്നെ BJPയുടെ പ്രമുഖ നേതാവായ S. സുരേഷ് പറഞ്ഞത് വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചില്ലെങ്കിൽ വിവരം അറിയുന്നതാണ്. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം, ബാക്കി പിന്നീട് പറയാം. അഴിമതിയുടെ കാര്യത്തിൽ റിപ്പോർട്ടർ കൊള്ളയെ സംബന്ധിച്ചും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബന്ധത്തെ സംബന്ധിച്ചും CBI അന്വേഷണം നടക്കണം. വന്ദേ മാതരം നാളെ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്ന സമയത്ത് വന്ദേ മാതരം ആദ്യ അവസാനം പാടാൻ ഇവിടുത്തെ VD സതീശൻ തയ്യാറാവണം. അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്ന് VD സതീശനെ ഓർമ്മിപ്പിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുക. S. സുരേഷിന്റെ ഭീഷണി എന്ന് പറയുന്നത് വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചില്ലെങ്കിൽ ശരിയാക്കി കളയും, അല്ലെങ്കിൽ തീർത്ത് കളയും, അല്ലെങ്കിൽ ഇപ്പോൾ ഇതോടുകൂടി കാണിച്ചു തരാം എന്നുള്ളതാണ് BJPയുടെ ഭീഷണി വന്നത്. എന്നാൽ ഇന്ന് BJPയുടെ കൗൺസിലർമാർ, അല്ലെങ്കിൽ BJPയുടെ സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ BJPയുടെ നേതാക്കൾ, പ്രവർത്തകരെല്ലാം ഇന്ന് വന്ദേ മാതരം ആലപിച്ചിട്ടുണ്ട്. അതൊന്ന് കാണേണ്ട കാഴ്ചയാണ്, അതുകൂടി കാണാം. जनगणमन अधिनायक जय पंजाब सीट Jumika, Rumadala Jo.
വന്ദേ മാതരം പാടാനായി പറയുന്നവർ, വന്ദേ മാതരം ആലപിക്കണമെന്ന് ആജ്ഞാപിക്കുന്നവർ അറ്റ്ലീസ്റ്റ് ആ വന്ദേ മാതരം ഒന്ന് കാണാതെ പഠിക്കെങ്കിലും വേണം. പോട്ടെ, കാണാതെ പഠിച്ചില്ലെങ്കിലും പ്രശ്നമല്ല, അതൊന്ന് മൊബൈലിൽ നോക്കി വായിക്കാനുള്ള കഴിവെങ്കിലും ദൈവം ഇവർക്ക് കൊടുത്തില്ലല്ലോ എന്നുള്ളതാണ് ഇപ്പോൾ ട്രോളന്മാരെല്ലാം പറഞ്ഞു വെക്കുന്നത്. കാരണം ഇവിടെ വന്ദേ മാതരം ഞങ്ങൾ ആലപിച്ചേ തീരൂ, ഞങ്ങൾ ആലപിച്ചിട്ടേ പോകൂ, ഞങ്ങളെ ആലപിക്കൂ എന്ന് പറഞ്ഞ BJPയുടെ സർവത്ര നേതാക്കളും ഇന്ന് വന്ദേ മാതരം എന്ന് പാടിക്കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ പാടേണ്ടതെന്ന് ഇവർക്ക് അറിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ പിന്നീട് മൊബൈൽ എടുത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തത്തക്ക പിത്തക്ക പറയുന്ന സാഹചര്യമാണ് ഇന്ന് പലയിടത്തും കണ്ടത്. നേതാക്കളാകട്ടെ വലിയ തരത്തിൽ ഇവർ പറയുന്നുണ്ട്, എങ്ങനെ ഞങ്ങളിത് മൊത്തം പാടിക്കും, ഞങ്ങളാണത് രാജ്യസ്നേഹികളെന്ന്. രാജ്യസ്നേഹം വന്ദേ മാതരം പാടി ഇവർ കാണിക്കുന്നുണ്ട് എങ്കിൽ അതൊന്നും മര്യാദയ്ക്ക് പഠിച്ച് പാടാനുള്ള മര്യാദയെങ്കിലും കാണിക്കണമെന്നാണ് പൊതുവെ എല്ലാവരും പറഞ്ഞു വെക്കുന്നത്. അതും പോട്ടെ, ഇവർ പാടുന്നതേ പാടുന്നില്ല. ഇനി അടുത്ത് ഇവരത് മൊബൈലിൽ നോക്കി വായിക്കുന്നതാകട്ടെ, ശരി അങ്ങനെയെങ്കിലും വായിക്കും നിങ്ങൾ, അതും വായിക്കുന്നില്ല. അവിടെയും മലയാളം വായിക്കാൻ അറിയാത്ത ആൾക്കാരാണോ നിങ്ങൾ ഈ കൗൺസിലർമാരായിട്ടും BJPയുടെ നേതാക്കന്മാരായിട്ടൊക്കെ വെച്ചേക്കുന്നത് എന്നുള്ളതാണ് പൊതുവെ ചോദിക്കുന്നത്. അപ്പോൾ അവർ പറയും ഞങ്ങളൊക്കെ ദേശീയതയുടെ ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഹിന്ദി മാത്രമേ അറിയാവൂ. എന്നാൽ പിന്നെ ഒരു ഹിന്ദിയിൽ പറയട്ടെന്നേ, ഹിന്ദിയിലും വന്ദേ മാതരം തന്നെയാണ്. പക്ഷേ അവിടെയും അത് പറ്റുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കോഴിക്കോട് നഗരസഭയിൽ നടന്നാകട്ടെ, അതായത് കോഴിക്കോട് കോർപ്പറേഷനിൽ അവിടെ മേയർ ജനഗണമന ആലപിക്കുന്നു, BJPയുടെ കൗൺസിലർമാർ വന്ദേ മാതരം ആലപിക്കുന്നു. ആ വന്ദേ മാതരത്തിലാകട്ടെ, ആ വന്ദേ മാതരം പ്രതിഷേധത്തിൻ്റെ സൂചകമായിട്ടാണ് ഈ പാടുന്നതെങ്കിൽ പോലും അതുപോലും നേരെ പാടുന്നില്ല, അല്ലെങ്കിൽ നോക്കി വായിക്കാൻ പോലും അറിയാത്ത അവസ്ഥയുണ്ടാകുന്നുണ്ട്. നാടൊട്ട് കോടി നടന്ന് ഈ ട്രോൾ ഏറ്റു വാങ്ങുക എന്ന് പറയുന്നത് BJPക്കാരെ പോയിട്ടേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. മറ്റൊന്ന്, ഇവിടെ ML അശ്വിനിയാണ്. ML അശ്വിനി ആകട്ടെ വലിയ തരത്തിൽ എനിക്കെല്ലാം അറിയാം, ഞാനാണെങ്കിൽ ഇതെല്ലാം അങ്ങ് കാണാതെ പഠിച്ച് അടിച്ച് കലക്കി കുളിച്ച് വെച്ചേക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. അവർക്കും ആദ്യത്തെ 4 വരി അറിയാവും. അത് കഴിഞ്ഞപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് നടക്കുന്നുണ്ട്, ഇവർ ചുണ്ടനക്കുന്നുണ്ട്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാജ്യത്ത് വന്ദേ മാതരത്തെ 150ാമത് വാർഷികം നടക്കുന്നതുകൊണ്ട് തന്നെ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അവരത് പാടുന്നു. കേരളത്തിൽ അത് പാടുന്നില്ല, തമിഴ്നാട്ടിലും പാടുന്നില്ല. എന്നാൽ BJP കൗൺസിലർമാരുള്ള BJPയുടെ ഭരിക്കുന്ന കോർപ്പറേഷനിലടക്കമുള്ള ഇത് പാടിയിട്ടുണ്ട്. പക്ഷേ സംഭവിക്കുന്ന ഇതാണ്, അവർക്ക് പോലും പാടാനറിയില്ല. അത് പറയുമ്പോൾ ചില കാര്യം കൂടി പറയാതെ പോകരുത്. കാരണം ഇതിന് മുന്നേ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇവർ സംസ്കൃതത്തിലാണ് സത്യപ്രതിജ്ഞ നടത്തിയത്. ആ സംസ്കൃതം സത്യപ്രതിജ്ഞ ആണെങ്കിലോ വമ്പൻ കോമഡി ആയിരുന്നാണ്. അത് പിന്നീട് എഴുതിക്കൊണ്ടുവന്നു, അതായത് മലയാളത്തിൽ സംസ്കൃത ഭാഷ എഴുതിക്കൊണ്ടുവന്നിട്ട് അത് വായിച്ചിട്ടാണ് ഇവർ ഞങ്ങളിതാ സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞ് വാർത്തയാകുന്നത്. അത് പിന്നീട് ചിത്രമടക്കം പുറത്ത് വന്ന് അലക്കിയതാണ്. അതായത് ഇപ്പോഴും ട്രോളുകൾ ഏറ്റുവാങ്ങാൻ BJPക്കാരുടെ ജീവിതം പിന്നെയും ബാക്കിയാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവരിവിടെ പറഞ്ഞു വെക്കുന്നതാണ് വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണമെന്നുള്ളതാണ്. ഈ വന്ദേ മാതരം ആലപിക്കാൻ പണ്ട് മുതൽ തന്നെ ഒരു രീതിയുണ്ട്. ഇവിടെ ആദ്യത്തെ 4 വരെയാണ് പ്രധാനമായി ഇവിടെ വന്ദേ മാതരം ആലപിക്കുന്നത്. അതിനുള്ള കാരണങ്ങൾ പണ്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. 1937 ഇതിനെക്കുറിച്ച് തീരുമാനമെടുത്തിട്ടുള്ളത് എങ്ങനെ, ഇനി അങ്ങോട്ട് വന്ദേ മാതരത്തിൻ്റെ 4 വരി മാത്രം പാടിയാൽ മതിയാകുമെന്നുള്ളത്. പക്ഷേ ഞങ്ങളാണ് രാജ്യസ്നേഹികൾ, ഞങ്ങളാണ് രാജ്യത്തിൻ്റെ സ്നേഹം മുഴുവൻ, അല്ലെങ്കിൽ ഞങ്ങൾക്കാണ് രാജ്യസ്നേഹം ഏറ്റവും അധികം ഉള്ളതെന്ന് കാണിക്കാനായി ചിലർ കാണിക്കുന്ന ഈ വെപ്രാളവും ഈ പറഞ്ഞ ഞങ്ങൾക്കേ രാജ്യസ്നേഹമുള്ളൂ, ബാക്കി എല്ലാവരും രാജ്യദ്രോഹികളും രാജ്യവിരുദ്ധരുമാണെന്ന് പ്രഖ്യാപിച്ച് BJP നടത്തുന്ന പല പ്രവർത്തനങ്ങളും ഡെയിലി ട്രോളാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയെങ്കിലും അവരത് മനസ്സിലാക്കിയില്ലെങ്കിൽ നാട്ടുകാരെടുത്തിട്ട് അലക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ രാജ്യസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ വിട്ടുപോകാൻ ഒട്ടും പാടില്ലാത്ത ഒരു ചാനൽ കൂടിയുണ്ട്. അവരാണ് ഒരുപക്ഷെ ദേശീയതയുടെ, രാജ്യസ്നേഹത്തിൻ്റെ, വന്ദേ മാതരത്തിൻ്റെയൊക്കെ അപ്പോസ്തലന്മാരെന്ന് കൂടി പറയട്ടെ. ഞാൻ നിങ്ങളൊരു കാർഡ് കാണിക്കാം. ആ കാർഡിൽ ആദ്യമുള്ളത് ജനൻ TVയുടെ ഒരു കാർഡാണ്. ആ കാർഡിലാകട്ടെ കുറേ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയൊക്കെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റും. അതിനകത്ത് മഹാത്മാഗാന്ധിയെ ഏതോ ഒരു മൂലയ്ക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട്. അതായത് മഹാത്മാഗാന്ധിക്ക് സ്വാതന്ത്ര്യദിനമായി യാതൊരു ബന്ധവുമില്ല, സവർക്കർക്കാണ് ബന്ധമുള്ള തരത്തിലാണ് ജനൻ TV കാർഡ് ഇറക്കിയിരിക്കുന്നത്. അതിലും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് അവർ മറ്റൊരു കാർഡ് കൂടി ഇറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: വന്ദേ മാതരത്തെ ബഹിഷ്കരിച്ചാൽ ഞങ്ങൾ നിങ്ങളെ ബഹിഷ്കരിക്കും. വന്ദേ മാതരം ആലപിക്കാത്ത പരിപാടികൾ ബഹിഷ്കരിച്ച് ജനൻ TV. ആദ്യം ആലോചിക്കുന്നത് ജനങ്ങൾ നിങ്ങളെ പണ്ടേ ബഹിഷ്കരിച്ചതാണ്. ജനൻ TV എന്നൊരു ചാനൽ കാണുന്ന സംഖ്യകൾ പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളിതാ ഞങ്ങളെ അങ്ങ് ബഹിഷ്കരിച്ചു. അങ്ങനെ വന്ദേ മാതരം പാടാത്ത ആൾക്കാരെ നിങ്ങൾ ബഹിഷ്കരിക്കുകയാണെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കാർഡിൽ പറയുന്നത്, അതിനകത്ത് ആദ്യമുള്ളത് സവർക്കറാണ്. സവർക്കർക്ക് സ്വാതന്ത്ര്യ സമരവുമായി എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ
ഏറ്റവും അധികം ബന്ധമുള്ളത് സവർക്കർക്കാണെന്ന് പറയേണ്ടി വരും. തർക്കമൊന്നുമില്ല. ഏറ്റവും അധികം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമുള്ളത് സവർക്കർക്ക് തന്നെയാണ്. അതായത് മാപ്പെഴുതി കൊടുത്തും അതുപോലെ ഈ പറഞ്ഞ ഫണ്ട് വാങ്ങിയും ബ്രിട്ടീഷ് റാണിയുടെ കയ്യിൽ നിന്നും എനിക്ക് സ്റ്റൈഫൻ്റായിട്ട് ഇത്ര രൂപ തണമെന്ന് വാങ്ങിയത് ചരിത്രമുള്ളത് സവർക്കർക്കേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സംഘപരിവാർ അനുകൂലികൾ സവർക്കറെ ഈ പറഞ്ഞ പോലെ സവർക്കറാണ് വീരപുരുഷൻ എന്ന് പറയുന്നതിലും വീര സവർക്കർ എന്ന് പറഞ്ഞ് ആരാധിക്കുന്നതിലും യാതൊരു തെറ്റുമില്ല. കാരണം ഇന്ത്യ മഹാരാജ്യത്തെ ഒറ്റിക്കൊടുത്ത ഏക പാരമ്പര്യമുള്ള ഒരു ചരിത്രം കൂടി ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ മഹാരാജ്യത്ത് ജനങ്ങൾ അന്നത്തെ ഓരോരുത്തരും, അതിനകത്ത് ജാതി മതഭേദമന്യേ ഓരോരുത്തരും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടുമ്പോൾ അതിൽ ചിലരുണ്ടായിരുന്നു കുത്തിത്തിരിപ്പുമായി വന്നവർ. അവർക്ക് എന്തധികാരമാണ്, എന്തർഹതയാണ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ഒരു അധികാരവുമില്ല, ഒരു ബന്ധവുമില്ല. പകരമുള്ളതാകട്ടെ സവർക്കറെ പോലുള്ളവർ ബ്രിട്ടീഷ് മഹാരാജയുടെ കയ്യിൽ നിന്നും സ്റ്റൈഫൻഡ് വാങ്ങി എനിക്കറിയാതെ പറ്റിപ്പോയതാണ്, ഒരു മുടിയനായ പുത്രൻ്റെ തെറ്റായി മാത്രം നിങ്ങളിതിനെ കാണണം, എനിക്ക് തെറ്റ് പറ്റിപ്പോയതാണ്, എനിക്ക് നിങ്ങൾ ഈ ജയിലിൽ നിന്നും എന്നെ വെറുതെ വിട്ടാൽ ഞാൻ നിങ്ങളുടെ പാദസേവകനായി ഇരുന്നോളാം എന്ന് പറഞ്ഞ് കത്തെഴുതി കൊടുത്ത ചരിത്രം സവർക്കർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സവർക്കർ ആരാധകർ ഇതുകൂടി ആലോചിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജനം ടി വിയുടെ ഈ പറഞ്ഞ തംബ്നെയിലാണ്, അതായത് കാർഡാണ്. ആ കാർഡിൽ പറയുന്നത് നിങ്ങളെല്ലാം ബഹിഷ്കരിക്കുന്നു. സന്തോഷം മാത്രമേ ഉള്ളൂ ഈ ബഹിഷ്കരണത്തിൽ. എല്ലാവർക്കും അതിൽ സന്തോഷമേ ഉള്ളൂ. മറ്റൊന്ന്, ഞങ്ങളെയൊന്നും നിങ്ങളാരും രാജ്യസ്നേഹം പഠിപ്പിക്കാനായി വരണ്ട എന്നുള്ളത് തന്നെയാണ്. കാരണം ഞങ്ങളുടെ ഞങ്ങളുടെ പൂർവ്വർക്കെല്ലാവർക്കും ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ബൂട്ടിട്ട കാര് കൊണ്ടുള്ള ചവിട്ട് ഞങ്ങളുടെ പൂർവ്വയുടെ നെഞ്ചത്തേറ്റ പാട് ഇപ്പോഴും കാണാൻ പറ്റും. എന്നാൽ നിങ്ങളുടെ പൂർവ്വർക്ക് കാണാൻ പറ്റുന്നത് നെഞ്ചത്തെ പാടായിരിക്കില്ല, നാവിലെ പാടാണ് എന്നുള്ളതാണ് പൊതുവെ ഓരോരുത്തരും പറഞ്ഞു വെക്കുന്നതെന്ന് കൂടി ആലോചിക്കുന്നത് നല്ലതാണ്.